ഹായ് ഫ്രണ്ട്സ്, കേരള PSCയുടെ LDC LGS 2024 എക്സാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്കറിയാം. 20 മാർക്കുണ്ട്. 20 മാർക്കും നമുക്ക് 20 മാർക്കിലെ ബഹുഭൂരിപക്ഷം മാർക്കുകളും നമുക്ക് സുഖമായി കൊയ്തെടുക്കാം. മറ്റു വിഷയങ്ങളിലൊക്കെ തന്നെ പ്രാധാന്യം നമ്മൾ ഇവിടെ കൊടുക്കണം. കാരണം 20 മാർക്കുണ്ട് ഇവിടെ. അപ്പൊ അതിനുള്ളൊരു പരമ്പരയാണ്. ആ 20 മാർക്ക് നിങ്ങൾക്ക് മേടിച്ചെടുക്കാനുള്ള ഒരു പരമ്പരയാണ്. ഇതിൽ ആദ്യം നമ്മളിപ്പോൾ കവർ ചെയ്തിട്ടുള്ളത് PSC ബുള്ളറ്റിനിലെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ. ഇനി നമ്മൾ കേരളത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യും. മറ്റു വിഷയങ്ങൾ മുഴുവൻ കവർ ചെയ്യും. നമ്മൾ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ പുരോഗതി, അവാർഡുകൾ ഒക്കെ തന്നെ ഇതിൽ കവർ ചെയ്യും. ചില വിഷയങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അതിൽ തന്നെ പാർലമെന്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട്. പുതിയ പാർലമെന്റ് മന്ദിരം വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ ഇതിൽ നിന്നുള്ള എക്സാം നിങ്ങൾക്ക് കിട്ടും. അതല്ലെങ്കിൽ നമ്മുടെ ആപ്പ് എല്ലാറ്റിൻ്റെയും ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്. ആപ്പിൽ ഒട്ടനവധി എക്സാമുകളുണ്ട് വേറെ. ഇത് കൂടാതെ നിങ്ങൾ 2024 LDC LGS എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ 1.5 വർഷത്തിന്റെ ഒരു കോഴ്സ് നടത്തുന്നുണ്ട്. എന്താണ് 1.5 വർഷം? ഈ ജൂണിലും ജൂലൈയിലും ഈ എക്സാം കഴിയില്ലേ? ശരി, ഒരു സർക്കാർ ജോലി കിട്ടുന്നത് വരെ എന്നായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അപ്പൊ അതിന് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ വളരെ കൂളായി ഹാപ്പിയായി പഠിച്ചാൽ തന്നെ ഒരു 1.5 വർഷം കൊണ്ട് ഇത് മുഴുവൻ പഠിച്ചെടുക്കാൻ പറ്റും. നിങ്ങളുടെ ജോലി ഉപേക്ഷിക്കേണ്ട, ടെൻഷൻ അടിക്കേണ്ട. അങ്ങനെയാണ് പലരും ടെൻഷൻ അടിച്ച് പഠിക്കുക. എന്താ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളുടെ ജോലിക്ക് പോകൂ, അതിനോടൊപ്പം തന്നെ പഠിക്കും. നിങ്ങളിൽ പലരും +2 കഴിഞ്ഞവരുണ്ടാവും, 10ാം ക്ലാസ് കഴിഞ്ഞവരുണ്ടാവും, ഡിഗ്രി കഴിഞ്ഞവരുണ്ടാവും, 10ഉം 12ഉം 15ഉം ചിലപ്പോൾ 18ഉം 19ഉം വർഷം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കൊരു ജോലി, അതായത് ഒരു സ്ഥിരമായ ജോലി, ഒരു സുരക്ഷിതത്വമുള്ള ജോലി കിട്ടിയിട്ടില്ല. അപ്പോഴാണ് പലരും എന്നോട് ചോദിക്കുന്നത് 6 മാസം കൊണ്ട്, ഇനി അങ്ങോട്ടുള്ള 6 മാസം കൊണ്ട് ശ്രമിക്കൂ. 6 മാസത്തിനിടയിൽ കിട്ടിയേക്കാം, കിട്ടിയിട്ടില്ലെങ്കിലോ അത്രയും പഠിച്ചല്ലോ, പഠനം നിർത്തരുത്. അപ്പൊ ചിലരൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ വലിയ ടെൻഷൻ അടിച്ച് നിൽക്കുന്നൊരു ചില ആൾക്കാർ, നിരോധനമുണ്ടോ, നിയമനങ്ങൾ നടക്കുന്നില്ലേ, അവിടെ തെരുവ് സമരം നടക്കുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് പലർക്കും ആശങ്കയുണ്ട്. ഇതൊക്കെ കാലാകാലങ്ങളിൽ നടന്നു വരാറുണ്ട്. 2001 ഞാൻ സർവീസിലിരിക്കുമ്പോഴും ഒരു സമരമുണ്ടായി. ജീവനക്കാരുടെ DA റദ്ദാക്കി, നിയമന നിരോധനം വന്നു. അന്നും പലരും പറഞ്ഞു ഇനി വലിയ സാധ്യതയില്ല എന്ന്. ഇതുപോലെ സാമ്പത്തിക പ്രതിസന്ധിയായിരുന്നു സർക്കാരിന്. നിയമന നിരോധനം തന്നെയാണ് വന്നത്. അതുപോലെ തന്നെ തസ്തികകൾ വെട്ടിക്കുറയ്ക്കുന്നു, ജീവനക്കാരുടെ DA കുറയ്ക്കുന്നു, DA ഇല്ലാതാക്കുന്നു, പങ്കാളിത്ത പെൻഷനുള്ള ശുപാർശ. അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും റിക്രൂട്ട്മെന്റ് വന്നു. ഒരു സംഘടിതമായ ശക്തിയുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർക്ക്. അതുപോലെ തന്നെ സർക്കാർ സംവിധാനം എത്ര മെലിഞ്ഞാലും അതിലേക്ക് ആളുകൾ വേണം. ഇപ്പോഴല്ല ഈ പ്രതിസന്ധിയൊക്കെ അവസാനിക്കും എന്ന് വിചാരിച്ചിട്ട് നിയമനം ഒട്ടും നടക്കാത്തൊരു കാലമൊന്നുമല്ല. പണ്ടത്തെ പോലെ നടക്കുന്നില്ല, യാഥാർത്ഥ്യം തന്നെയാണ്. ഈ കാലമൊക്കെ മാറി വീണ്ടും വരും. അപ്പൊ സർക്കാർ ജോലിയിലേക്കുള്ള നിങ്ങളുടെ പരിശ്രമം അവസാനിക്കാതിരിക്കുക. മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പലരും പഠിത്തം നിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം. അപ്പോഴാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ആസ് ദി റൈറ്റ് സന്ദർഭമാക്കി എടുക്കുക. പക്ഷെ ഒരിക്കലും, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ അടുത്ത് വരുന്ന എക്സാം എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ഒരു 1.5 വർഷം എടുത്തുകൊണ്ട് കറക്റ്റ് പ്രിപ്പയർ ആവുക. അതേസമയം ഇപ്പൊ സമയമുണ്ടെങ്കിൽ ഈ വരുന്ന ജൂൺ ജൂലൈ മാസത്തിലെ എക്സാമിന് വേണ്ടി പരിശ്രമിക്കൂ. പക്ഷെ പരിശ്രമിക്കുമ്പോഴും റിലാക്സ്ഡ് ആയിട്ട് പരിശ്രമിക്കുക. ടെൻഷൻ അടിച്ച് പരിശ്രമിക്കുകയാണെങ്കിൽ അവിടെ അതിന്റെ മുകളിൽ തന്നെ മാർക്ക് പോകും. നമുക്കൊരു കോഴ്സ് ഉണ്ട് 2053 രൂപയുടെ. 1.5 വർഷമാണ് ആ കോഴ്സിന്. ഹാപ്പിയായി കൂളായി റിലാക്സ്ഡ് ആയിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് എല്ലാ വിഷയങ്ങളും കവർ ചെയ്യും. 10th ലെവൽ എക്സാം മാത്രം. അങ്ങനെ ഹാപ്പിയായി കൂളായി റിലാക്സ്ഡ് ആയി നിങ്ങൾക്ക് പഠിക്കാനാണോ താല്പര്യം, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിക്ക് പോകാം, നിങ്ങളുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു കോഴ്സാണ്. 1.5 വർഷമുണ്ട്, വെറും 2053 രൂപ മാത്രമാണ്. ഭൂകമ്പത്തെ തുടർന്ന് ഏത് രാജ്യങ്ങളെ സഹായിക്കുന്നതിനായി ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ദോസ്ത്. ആ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് തുർക്കിയെയും അതുപോലെ തന്നെ സിറിയയെയും സഹായിക്കുന്നതിന് വേണ്ടി ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനമാണ്. ഓപ്പറേഷൻസ് 2023 പ്രധാനപ്പെട്ട ഓപ്പറേഷൻസിനെ കുറിച്ചൊക്കെ തന്നെ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ലിങ്കും ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം.
അപ്പൊ ഓപ്പറേഷൻ ദോസ്ത് പോലെയുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ഇന്ത്യക്കകത്ത് നടന്നത്, പുറത്ത് നടന്നത്, മറ്റു ഓപ്പറേഷൻസ്, ഇപ്പൊ നമ്മൾ ഇതിൽ തന്നെ പറഞ്ഞു ഓപ്പറേഷൻ ചക്ര 2, അതെന്ന് പറയുന്നത് സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ CBI നടത്തിയ രക്ഷാപ്രവർത്തനമാണ്. രക്ഷാപ്രവർത്തനമല്ല, ഒരു ഓപ്പറേഷനാണ് സൈബർ കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി. അങ്ങനെ ഉള്ള ഓപ്പറേഷൻസിനെ കുറിച്ചൊക്കെ തന്നെ നമ്മൾ എവിടെ പറഞ്ഞിട്ടുണ്ട്, മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതും കൂടി ഒന്ന് കാണുക. ഓക്കെ, നമുക്ക് അടുത്ത ഇതിന്റെ തന്നെ വിശദാംശങ്ങളിലേക്ക് പോകാം. 2023 ഫെബ്രുവരി 6 തുർക്കി സിറിയ ഭൂകമ്പം ഇരു രാജ്യങ്ങളുടെയും തകർത്തതിന് ശേഷം സിറിയയെയും തുർക്കിയെയും സഹായിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച തിരച്ചിലാണ്, രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ദോസ്ത്. അപ്പൊ തുർക്കി സിറിയ ദോസ്ത്, ഇന്ത്യ ദോസ്താണ് അവരുടെ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓർക്കേണ്ടത് തുർക്കി, സിറിയ ഈ രാജ്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഭൂകമ്പം അത് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആഗോളതലത്തിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ മെച്ചപ്പെട്ട ഒരു സംഭവമായിരുന്നു അത്. 2023 ഒരുപാട് മുഖ്യമന്ത്രിമാരെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അതുമായൊരു വീഡിയോ നമ്മൾ വിശദമായി ഈ 10 എണ്ണത്തിൽ തന്നെ ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. 2023 ഒരുപാട് ഇലക്ഷൻ നടന്നിട്ടുണ്ട്. അവിടുത്തെ മുഖ്യമന്ത്രിമാരുടെ പേര് നന്നായി ഓർത്തു വെച്ചിരിക്കണം നിങ്ങൾ. അപ്പൊ അതിൽ 2 മുഖ്യമന്ത്രിമാരെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ്. താഴെ പറയുന്ന മുഖ്യമന്ത്രിമാരെ അവരുടെ സംസ്ഥാനങ്ങളുമായി പൊരുത്തപ്പെടുത്തുക. 2 മുഖ്യമന്ത്രിമാരെ തന്നിട്ടുണ്ട്, സിദ്ധരാമയ്യ, മോഹൻ യാദവ്. അതിൽ സിദ്ധരാമയ്യ കർണാടകത്തിലാണ് എന്നറിയുന്ന ഒരാൾക്ക് ആദ്യത്തെ ഓപ്ഷൻ കറക്റ്റായി. കാരണം എന്താ, സിദ്ധരാമയ്യ ഒന്ന് കർണാടകയാണ്, നീ ഒന്ന് കർണാടക വരുന്ന വേറൊന്നുമില്ല. അതുകൊണ്ട് കർണാടക. മോഹൻ യാദവ് എന്ന് പറയുന്നത് മധ്യപ്രദേശിലാണ്. മോഹൻ യാദവ് മധ്യപ്രദേശിലാണ്. 2023 തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിമാരെ കുറിച്ച് നമുക്ക് ഒന്നും കൂടി നോക്കാം. കർണാടക സിദ്ധരാമയ്യ, ഒരു കഥ ഉണ്ടാക്കിക്കോളൂ, കണ്ണട വെച്ച ഒരു സിദ്ധൻ. കർണാടക സിദ്ധരാമയ്യ. നിങ്ങൾ എപ്പോഴും കഥകളാക്കി മാറ്റുക, നിങ്ങൾക്ക് കഥകൾ ഉണ്ടാക്കാം. ഓക്കെ, നിങ്ങള് ഭാവനക്കാട് കയറട്ടെ, നിങ്ങളൊരു കഥ ഉണ്ടാക്കിയാൽ അത് ഓർമ്മിക്കും, എത്ര അബദ്ധമാണെങ്കിലും നോക്കി. അപ്പൊ കണ്ണട വെച്ചൊരു സിദ്ധനെ നിങ്ങൾ മനസ്സിൽ കാണണം. അദ്ദേഹത്തിന് മദ്യത്തിൽ മോഹം വന്നു. മധ്യപ്രദേശ് മോഹൻ യാദവ്, കണ്ണട വച്ച ഒരു സിദ്ധന് മദ്യത്തിൽ മോഹം വന്നു. അങ്ങനെ അയാള് മദ്യത്തിൽ മോഹം വന്നു. ആ മദ്യത്തിൽ മോഹം വന്ന അയാള് സസ്യബുക്കാണ്. നമ്മളെ പോലുള്ള മാംസബുക്കുകൾക്ക് മാംസം കഴിച്ചുകൊണ്ട് കുഴപ്പമില്ല. അയാളുടെ വിശ്വാസം അങ്ങനെയാണ്, സസ്യയെ കഴിക്കാൻ പാടുള്ളൂ. അയാൾ നാഗത്തിന്റെ നെയ്യ് കഴിച്ചു അറിയാതെ. ഓക്കെ, അപ്പൊ നാഗം, ആ നാഗത്തെ നമുക്കറിയാലോ, നാഗാലാൻഡിലൊക്കെ പാമ്പിനെ കഴിക്കുന്നുണ്ട്. മത്തി പോലെ അറപ്പ് വരുന്നുണ്ടാവില്ലേ, വെറുതെ കഥയ്ക്ക് ഓർമ്മ വരികയാണ്, നമ്മുടെ ഓർമ്മയിൽ നിൽക്കും. നാഗത്തിന്റെ നെയ്യ് കഴിച്ച് ഈ മദ്യലഹരിയിൽ. ആ മദ്യലഹരിയിൽ നെയ്യ് കഴിച്ചു കഴിഞ്ഞ് അങ്ങനെ ഓരോന്ന് കാണിച്ചു കിടക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ഒരു വിഷ്ണു ക്ഷേത്രത്തിന്റെ മുന്നിൽ ചത്ത പോലെ കടന്നു. ഇത് മദ്യം കഴിച്ച്, മദ്യത്തിൽ മോഹം വന്ന് അത് കഴിച്ച്, ഈ നാഗത്തിന്റെ നെയ്യ് കഴിച്ച് ചെയ്യാൻ അയാളുടെ ഉള്ളിൽ കുറ്റബോധം വരുന്ന വിധത്തിൽ, ഓർമ്മയില്ല എന്നാലും എവിടേക്കോ ഒരു ബോധമുണ്ട് ചെയ്യുന്നത് തെറ്റാണെന്ന്, ചത്ത പോലെ വിഷ്ണു ക്ഷേത്രത്തിന്റെ മുന്നിൽ കടന്നപ്പോഴാണ്, ആനകളൊക്കെ നാട്ടിലിറങ്ങി നടക്കുകയാണല്ലോ, ഒരു ആന വന്നു. ആന വന്നപ്പോ ഈ ആനയെ കണ്ടു അയാള്. അതോടുകൂടി പകുതി ലഹരി പോയി ആള് റെഡിയായി. പകുതി ലഹരി പോയി ആള് റെഡിയായി. അപ്പൊ ക്ഷേത്രത്തിനുള്ളിലേക്ക് പാഞ്ഞു കയറാൻ പറ്റില്ല, അത് അടച്ചിരിക്കുന്നു. അദ്ദേഹം നേരെ തന്റെ വീട്ടിലേക്ക്, പുരയിലേക്ക് ഓടിക്കയറി. പുരയിലേക്ക് ഓടിക്കയറിയപ്പോഴും ആന വിടുന്നില്ല. അപ്പൊ അദ്ദേഹം ആ പുരയിൽ ഒരു മണിയുണ്ട്, വലിയൊരു മണിയുണ്ട്, ആ മണിയടിച്ച ആളെ കൂട്ടി. അപ്പൊ ത്രിപുര മണിക് സാഹ മണിയടിച്ച് ആളെ കൂട്ടി. അങ്ങനെ അപ്പൊ തെലുങ്കാന രേവന്ത് റെഡ്ഡിയായി. അതാണ് ആനന്ദ് വന്നപ്പോ റെഡിയായത്. മണിയടിച്ച് അല്ലെ പുരയിൽ കയറി, ആന അപ്പോഴും ഉമ്മർത്തുണ്ട്. അപ്പൊ അദ്ദേഹം മണിയടിച്ച് ആളെ കൂട്ടി. ആളുകൾ വന്നു. ആളുകൾ വന്ന് എന്ത് ചെയ്തു? ഈ ആനയെ ഓടിച്ചു.
രാജാവ് ഇതിൽ ഇടപെട്ടു. ഇത് കേട്ടു, ഈ സിദ്ധൻ ഇങ്ങനെയൊക്കെയാണ്. രാജാവ് എന്തു പറഞ്ഞു? കുറച്ചു കാലം നീ ഭജനക്കിരിക്ക് ഈ തെറ്റിന്. അങ്ങനെ രാജാവ് അദ്ദേഹത്തിനോട് ഭജന ചെയ്യാൻ പറഞ്ഞു. രാജസ്ഥാൻ ഭജന, ഭജൻലാൽ ശർമ്മ. അങ്ങനെ അദ്ദേഹം ഭജന ചെയ്തു കഴിഞ്ഞപ്പോ എന്തുണ്ടായത്? ഭക്തി മൂത്തു വീണ്ടും. ആ രാജ്യത്ത് വലിയ വേനൽക്കാലമാണ്. ആ വേനൽക്കാലമായിട്ടുള്ള ആ രാജ്യത്ത് മേഘങ്ങൾ വന്നു തുടങ്ങി. മേഘങ്ങൾ വന്ന് എന്തുണ്ടായത്? മേഘങ്ങൾ വന്ന് നിറഞ്ഞ മേഘങ്ങൾ വന്നു. അവിടെ മഴ പെയ്യാൻ തുടങ്ങിയിട്ടില്ല. എന്തായാലും കോൺറാഡ് എങ്ങനെയാ മേഘങ്ങൾ വന്ന്? ഞാനിപ്പോ ഉള്ളൊരു കഥ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഞാനും ആലോചിച്ചുകൊണ്ടിരിക്കുക മേഘങ്ങളെയും കോണിനെയും എങ്ങനെ ബന്ധപ്പെടുത്തണം. അപ്പോ മേഘങ്ങൾ വന്നു, മഴ പെയ്യുന്നില്ല. അപ്പൊ ഈ സിദ്ധനാണല്ലോ, അദ്ദേഹം ഒരു റാഡ് എടുത്തു, ഒരു വടി എടുത്ത് ഒറ്റ ചുഴച്ചില. അതോടുകൂടി മഴ പെയ്യാൻ തുടങ്ങി. ഇപ്പൊ ഭജന ചെയ്തിട്ട് ഇത് കഥയാണ്, ചോദ്യമില്ല കേട്ടാ. വിശ്വാസികളും വിശ്വാസികളല്ലാത്തവരും ഉണ്ട്. കഥയാണ്, കഥ ഉണ്ടാക്കുകയാണ് നമ്മള്. ഇപ്പൊ നോക്കൂ, കർണാടക സിദ്ധരാമയ്യ, മധ്യപ്രദേശ് മോഹൻ യാദവ്, തെലങ്കാന രേവന്ത് റെഡ്ഡി, രാജസ്ഥാൻ ഭജൻലാൽ ശർമ്മ, ത്രിപുര മണിക് സാഹ, നാഗാലാൻഡ് നെയ്ഫിയു റിയോ, മേഘാലയ കോൺറാഡ് സിഗ്മ, ഛത്തീസ്ഗഡ് വിഷ്ണുദേവ് സായ്. ഇത് മൊത്തം നമ്മൾ കവർ ചെയ്തു. ഒരിക്കൽ കൂടി കഥ പറയാം. കണ്ണട വച്ച ഒരു സിദ്ധൻ, കർണാടക സിദ്ധരാമയ്യ. കണ്ണട വച്ച ഒരു സിദ്ധൻ, കർണാടക സിദ്ധരാമയ്യ. അദ്ദേഹം മദ്യത്തിൽ മോഹം വന്നു, അങ്ങനെ മദ്യം കഴിച്ചു. മധ്യപ്രദേശ് മോഹൻ യാദവ്. എന്നിട്ട് ആ മദ്യത്തിന്റെ ലഹരിയിൽ ചെയ്യാൻ പാടാത്തത് ബാക്കിയുള്ളവർക്ക് ചെയ്യപ്പോ. മണിപ്പൂരിലൊക്കെ പാമ്പിനെ കഴിക്കുന്നുണ്ട്, നമ്മൾ മത്തി കഴിക്കുന്നത് പോലെ. നമുക്കൊരറപ്പ് തോന്നും, ഞാനും കഴിക്കില്ല. ആ നാഗത്തിന്റെ നല്ല നെയ്യുള്ള മത്തി എന്നൊക്കെ പറയാറില്ലേ, അതുപോലെ ഞങ്ങൾക്ക് മലപ്പുറം ജില്ലയിൽ ഞങ്ങൾ പറയും നല്ല നെയ്യുള്ള മത്തിയാണെന്ന്. നിങ്ങൾ അറിയുമെന്ന് അറിയില്ല, സസ്യബുക്കുകൾ ക്ഷമിക്കുക. നാഗാലാൻഡിലെ നാഗത്തിന്റെ നെയ്യ് കഴിച്ചു അദ്ദേഹം. അപ്പൊ കുറ്റബോധമുണ്ട്. അങ്ങനെ ചത്ത പോലെ കിടക്കുകയാണ് ഒരു വിഷ്ണു ക്ഷേത്രത്തിന്റെ മുന്നിൽ. ഉള്ളിലല്ലട്ടാ, പുറത്താണ്. വിഷ്ണു ക്ഷേത്രത്തിന്റെ പുറത്ത് ചത്ത പോലെ കിടക്കുകയാണ്. അപ്പോഴാണ്, അതാണ് ഛത്തീസ്ഗഡ് വിഷ്ണുദേവ് സായി. അപ്പോഴാണ് ഒരു ആന വരുന്നത്. ആന വന്നതോടുകൂടി ഈ മദ്യത്തിന്റെ കെട്ടിറങ്ങി മൂപ്പർ റെഡിയായി. ചത്താള് നീറ്റ് റെഡിയായി ഓടിക്കേറി പുരയിലേക്ക്. ആന വിടുവോ? ആന വിടുന്നില്ല. അപ്പൊ ആളെ കൂട്ടാൻ വേണ്ടി അയാൾ മണിയടിച്ചു. വലിയൊരു മണിയുണ്ട്, ആ മണി അടിച്ച ആളെ കൂട്ടി. അങ്ങനെ ആളുകൾ വന്ന് ആനയെ പറഞ്ഞയച്ചു. എന്തായാലും ഇവർ അദ്ദേഹത്തെ രാജാവിന്റെ അടുത്ത് കൊണ്ടുപോയി. രാജാവ് പറഞ്ഞു, എന്താണിത് സിദ്ധൻ, ഈ നാടിന് മോശമല്ലേ, മാത്രമല്ല നിങ്ങളൊരു കേമനും അല്ലേ. വീണ്ടും ഭജന ആരംഭിക്കാൻ പറഞ്ഞു. അയാൾ ഭജന നടത്തി. ഭജന നടത്തുമ്പോഴാണ് നമുക്കൊന്നും കൂടി പറയാം. അവിടെ മിസോറാം ലാൽദുഹോമ നമ്മൾ പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഭജന നടത്തുമ്പോ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഭജന നടത്തിയാൽ പോരാ, ഈ നാട്ടിലാകെ വേനൽക്കാലമാണ്, മഴ പെയ്യുന്നില്ല. അതുകൊണ്ട് ഹോമങ്ങളൊക്കെ നമുക്ക് മിസ്സായിക്കുന്നു. നിങ്ങൾ ഇങ്ങനെ നടന്നതുകൊണ്ട്, ഈ മദ്യത്തിന് കഴിച്ച് നടന്നുകൊണ്ട് ഹോമങ്ങളൊക്കെ മിസ്സായിക്കുന്നു. നിങ്ങൾ ഹോമം നടക്കണം. അങ്ങനെ മിസ്സായ ഹോമം മുഴുവൻ മൂപ്പര് നടത്താൻ തുടങ്ങി. ഹോമങ്ങൾ നടത്താൻ തുടങ്ങി. മഴ പെയ്യാൻ വേണ്ടിയിട്ട് മിസ്സായ ഹോമങ്ങൾ മുഴുവൻ നടത്തി. അപ്പൊ മേഘങ്ങൾ വന്ന് നിറഞ്ഞു. മേഘങ്ങൾ വന്ന് എങ്ങനെയാണ് നിറയണത്? ഈ ഹോമം നടത്തിയിട്ടും മേഘങ്ങൾ വന്ന് നിറഞ്ഞു, മഴ പെയ്യുന്നില്ല. അപ്പൊ സിദ്ധൻ തന്റെ കയ്യിലുള്ള റാഡ് പിടിച്ചു ഒരൊറ്റ ചുഴത്തിലാണ് തകർപ്പൻ മഴ പെയ്തു. കഥ അവസാനിച്ചു. നോക്കൂ, ഞാൻ തമാശക്ക് പറയല്ല. ഇത് എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കുന്നത് നിരന്തരമായി നമ്മൾ ഇങ്ങനെ ഡൈവേർജന്റ് ആയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ആദ്യമൊക്കെ അതുപോലത്തെ ഒരു കഥ കിട്ടാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടും. ഉള്ള കഥ വെച്ചെഴുത്, അത് നിങ്ങൾ ഓർക്കും, കണക്ഷൻസ് ഉണ്ടാവും. നമ്മൾ എപ്പോഴും ഓർക്കുക സ്റ്റോറികളാണ്, കഥകൾ നമ്മൾ മറക്കില്ല. അങ്ങനെ സ്റ്റോറികളെ ഉണ്ടാക്കി നിങ്ങൾ തന്നെ ഉണ്ടാക്കുക. കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പപ്പോ ഉണ്ടാക്കാൻ പറ്റും. നിമിഷ നേരത്തെ ഒരു കഥ ഉണ്ടാക്കാൻ പറ്റും. കഥ ഇഷ്ടപ്പെട്ടാൽ പറയണേ, ബോറടിച്ചാൽ അതും പറയണം. താഴെ പറയുന്നവയിൽ ഏത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് സിദ്ധരാമയ്യ? അപ്പൊ നമുക്കറിയാം, സിദ്ധനാണ്, കണ്ണട വച്ച സിദ്ധനാണ്, കർണാടകത്തിൻ്റെതാണ്. 2023 തെരഞ്ഞെടുപ്പിൽ ഏത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ് ലാൽദു ഹോമ? ഹോമമാണ്, മിസ്സായ ഹോമമാണ്, മിസോറാമാണ്. താഴെ പറയുന്നവയിൽ ഏത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഭജൻലാൽ ശർമ്മ? ഭജനയാണ്. രാജാവാണ് അദ്ദേഹത്തിനോട് ഭജന നടത്താൻ പറഞ്ഞത്, രാജസ്ഥാനാണ്. താഴെ പറയുന്നവയിൽ ഏത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് നെയ്ഫിയു റിയോ? നോക്കൂ, നെയ്യെന്ന് കണ്ടപ്പോൾ തന്നെ നമുക്ക് പാമ്പിനെ ഓർമ്മ വന്നു. ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് ഓർമ്മിക്കാൻ പറ്റാവുന്ന
അപ്പൊ കണ്ണട തന്നെ സിദ്ധന്റെ കണ്ണട വലിയൊരു കണ്ണടയാണ്. നിങ്ങൾ മനസ്സിലൊന്ന് കണ്ടോക്ക്, നിങ്ങൾ മറക്കില്ല. സാധാരണ കണ്ണടയായിട്ട് ആ സിദ്ധനെ മനസ്സിൽ വെച്ച വലിയ കണ്ണട. ഇങ്ങനെ അതിശയോക്തി കലരുന്ന തരത്തിൽ നമ്മൾ ഓർത്തു വെക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, അതൊരിക്കലും മറക്കില്ല. അപ്പോ നാഗത്തിൻ്റെതാണ് നെയ്യ്. അപ്പൊ നെയ്ഫിയു നാഗാലാൻഡ്. 2023 തെരഞ്ഞെടുപ്പിൽ ഏത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായാണ് വിഷ്ണുദേവ് സായ് തെരഞ്ഞെടുക്കപ്പെട്ടത്? വിഷ്ണു ക്ഷേത്രത്തിന്റെ മുന്നിൽ മൂപ്പര് ചത്ത് മലച്ച പോലെ കിടക്കുകയായിരുന്നു. ഛത്തീസ്ഗഡ്. ക്ലിയർ ആയല്ലോ? എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എളുപ്പമായിട്ടുണ്ടെന്ന് അല്ലേ? നിങ്ങളുടെ അഭിപ്രായം പറയണം. എന്തായാലും കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്തത്, അംബേദ്കറുടെ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അംബേദ്കർ ആണ്, ഹൈദരാബാദിലാണ് അല്ലേ? നിങ്ങൾ കണക്ട് ചെയ്യാൻ നോക്കണം. ഇവിടെയൊക്കെ ഹൈദരാബാദ് നിങ്ങൾക്കറിയാം, ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച 3 രാജ്യങ്ങളായിരുന്നു ഹൈദരാബാദും ജുനഗഡും കാശ്മീരും അല്ലേ? ഇന്ത്യ വിഭജനത്തിന് ശേഷമുള്ള അഭയാർത്ഥി പ്രവാഹം, അതുപോലെ തന്നെ നാട്ടുരാജ്യങ്ങളുടെ സംയോജനമൊക്കെ ആയിരുന്നു ഇന്ത്യ ഗവൺമെന്റ് നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം. ആ ഹൈദരാബാദിനെ ഓപ്പറേഷൻ പോളോ എന്ന് പറയുന്ന ഒരു പോലീസ് നടപടിയിലൂടെയാണ് ഇന്ത്യയിലേക്ക് കൂട്ടിച്ചേർക്കുന്നത്. ഈ രാജ്യങ്ങളൊക്കെ അവിടെയാണ്. ഇന്ത്യയുടെ പോലീസ് അക്കാദമി അല്ലേ, നാഷണൽ പോലീസ് അക്കാദമി അവിടെയാണ്, നാഷണൽ ഡിഫൻസ് അക്കാദമി അവിടെയാണ്. പോലീസിനെയൊക്കെ വിളിച്ചു കൊണ്ടുവന്നിട്ടാണ് ആ ഹൈദരാബാദ് സൈന്യത്തിന്റെ ഇടപെടലിലൂടെയാണ് നാഷണൽ പോലീസ് അക്കാദമി. ആ സൈന്യത്തിന്റെ ഇടപെടലിലൂടെയാണ്. അതൊക്കെ ഹൈദരാബാദിനെ ഓർക്കുക. അതിനോടൊപ്പം ഈ അംബേദ്കർ ഒന്ന് കൂട്ടിച്ചേർക്കൂ. എങ്ങനെ കൂട്ടിച്ചേർക്കാം? ഭരണഘടന ഉണ്ടാക്കിയത് അംബേദ്കർ ആണല്ലോ. അങ്ങനെയാണല്ലോ ഇന്ത്യ വന്നത്. ആ ഇന്ത്യൻ യൂണിയനിൽ ചേരാനാണല്ലോ ഹൈദരാബാദ് വിസമ്മതിച്ചത്. ആ ഭരണഘടന പ്രകാരമുള്ള രാജ്യത്തിലേക്കാണല്ലോ പിന്നീട് ഹൈദരാബാദ് വന്നത്. അപ്പൊ അവിടെ തന്നെ ആ നാഷണൽ പോലീസ് അക്കാദമിയൊക്കെ നിലനിൽക്കുന്ന സ്ഥലത്ത് തന്നെ അംബേദ്കറുടെ പ്രതിമ ഉണ്ടാക്കി എന്ന് വിചാരിക്കുക. അത് ശില്പി റാം വി സുധറാണ്. ഈ റാം വി സുധറിനെ ഓർക്കുമ്പോൾ തന്നെ നമ്മൾ ഓർക്കണം, റാം വി സുധർ തന്നെയാണ് ലോകത്തെ ഏറ്റവും വലിയ പ്രതിമയായ ഏകതാ പ്രതിമ, ഉരുക്കു മനുഷ്യനായ സർദാർ വല്ലഭായ് പട്ടേലിന്റെ സ്റ്റാച്യുവും പണിയുന്നത്. നോക്കൂ, നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിക്കാൻ വേണ്ടിയുള്ള സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതലയുള്ള മന്ത്രി ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു. ഒരൊറ്റ നൂലിൽ നമ്മൾ കൊളത്തല്ലേ കണക്ട് ചെയ്ത് ചങ്ങലക്കിട്ട് കൊണ്ടുവരണം നമ്മൾ ഇത്തരം കാര്യങ്ങളെ. അപ്പൊ ഒന്ന് വലിച്ചാൽ മറ്റതൊക്കെ പോരും. ഓക്കെ, നമ്മൾ എങ്ങനെ ഹൈദരാബാദിൽ അംബേദ്കറുടെ പ്രതിമ, ആ പ്രതിമ ഉണ്ടാക്കിയത് റാം വി സുധർ. അദ്ദേഹം തന്നെയാണ് ആരുടെ പ്രതിമയുണ്ടാക്കിയത്? സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമയുണ്ടാക്കിയത്. ആ സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യനാണ്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് വേണ്ടിയുള്ള സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതലയുണ്ടായിരുന്ന മന്ത്രിയാണ്, ഉപപ്രധാനമന്ത്രിയായിരുന്നു. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ. 182 മീറ്റർ ആണ് കേട്ടോ ഈ ഏകതാ പ്രതിമയുടെ ഉയരം. സ്റ്റാച്യു ഓഫ് യൂണിറ്റി, ഏകതാ പ്രതിമ എന്നറിയപ്പെടുന്നത്. അത് ഗുജറാത്തിലാണ്. പക്ഷെ സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ ഗുജറാത്തിലാണ്. ഗുജറാത്തിലാണല്ലോ പട്ടേലന്മാരുള്ളത്. ഗുജറാത്തിൽ സാധുബേഡ് ദ്വീപിലാണ്. ഉരുക്കു മനുഷ്യനാണ്, പക്ഷെ കൊണ്ട വെച്ചിരിക്കുന്നത് സാധുബേഡ് ദ്വീപിലാണ്. നല്ല ശക്തിയുള്ള മനുഷ്യനാണ്, പക്ഷെ സാധു ആയിരുന്നു നോക്കുക. സാധുബേഡ് ദ്വീപിലാണ്. ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാട്ടാണ്. ഏറ്റവും കുറവ് ദരിദ്രരുള്ള സംസ്ഥാനം ഗോവയും, രണ്ടാമത് നിൽക്കുന്നത് കേരളവുമാണ്. ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. ഏറ്റവും കുറവ് ദരിദ്രരുള്ള സംസ്ഥാനം ഗോവയും, രണ്ടാമത് കേരളവുമാണ്. G20 സമ്മേളനം നടന്നു. G20യുമായി ബന്ധപ്പെട്ടൊരു നല്ല വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, PSCക്ക് പ്രതീക്ഷിക്കാവുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ ആയതുകൊണ്ട് വീണ്ടും ഞാൻ പറയുന്നു, G20 ഇന്ത്യൻ ഷെർപ്പ അമിതാഭ് കാന്ത് ആണ്. ഇതിന് മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഷെർപ്പകളുടെ സമ്മേളനം നടത്തുന്നത് കുമരകത്തിലാണ്. G20ക്ക് ഇപ്രാവശ്യം ഇന്ത്യയായിരുന്നു നേതൃത്വം നൽകിയിരുന്നത്. ഇപ്പൊ ഇന്ത്യ മാറിയിട്ടാ. 2023 ഡിസംബർ 1 ബ്രസീലായി. 2023 ഡിസംബർ 30 വരെ ഇന്ത്യക്കായിരുന്നു അധ്യക്ഷ സ്ഥാനം. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചതെന്നാണ്. ചന്ദ്രയാനുമായി ബന്ധപ്പെട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ 10 എണ്ണത്തിൽ ഞാൻ നിങ്ങളോട് തീർച്ചയായിട്ടും അതിന്റെ ഡേറ്റ് ഒന്ന് ഓർത്തു വെക്കാൻ ഓർക്കണം. 2023 ജൂലൈ 14 എങ്ങനെ ഓർത്തു വെക്കുക? ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ ആണ്. നമുക്കറിയാം, ഒരു പുതിയ സ്പേസ് ബഹിരാകാശ തുറമുഖം കൂടി ഇന്ത്യയിൽ വരികയാണ്. എവിടെയാണ്? മറന്നുപോയോ? തമിഴ്നാട്ടിലാണ്. സ്ഥലം ഒന്ന് ഓർത്തു നോക്കൂ. നമ്മൾ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട്. തമിഴ്നാട്ടിലാണ്, കുലശേഖര പട്ടണത്തിൽ.
ഇന്ത്യയുടെ മറ്റൊരു ബഹിരാകാശ തുറമുഖം കൂടി വരികയാണ്. പക്ഷെ നിലവിൽ ഇന്ത്യയിൽ ഉപഗ്രഹങ്ങളൊക്കെ വിക്ഷേപിക്കുന്നത് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ്. ഇപ്പൊ നമുക്ക് ഒറീസയിലെ വീലർ ദ്വീപുകളുണ്ട്, അബ്ദുൽ കലാം ദ്വീപ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടത്. അവിടെ നമ്മുടെ സൈന്യത്തിന്റെ മിസൈൽ പരീക്ഷണങ്ങളാണ് മറ്റേ റോക്കറ്റ് വിക്ഷേപങ്ങളാണ് നടക്കുന്നത്. സൈന്യത്തിന്റെ ടെസ്റ്റിംഗ് സെന്ററാണ്. തുമ്പയിൽ എന്ന് പറഞ്ഞാൽ തുമ്പയിൽ നിന്ന് തുമ്പ ഇക്വറ്റോറിയൽ സെന്റർ എന്ന് പറയുന്ന ഇപ്പോഴത്തെ നമ്മുടെ തിരുവനന്തപുരത്തുള്ള സെന്റർ, അവിടെ നിന്ന് ഒരിക്കലും റോക്കറ്റുകൾ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നില്ല. അത് ഇതിന്റെ റിസർച്ചും പഠനവും രൂപകൽപ്പനയൊക്കെയാണ് അവിടെ നടക്കുന്നത്. അപ്പൊ ഉപഗ്രഹമാണോ അത് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ ആണ്. എന്നാൽ ഇനി കുലശേഖര പട്ടണം കൂടി വന്നാൽ അവിടെ നിന്ന് നമുക്ക് സ്മാൾ ലോഞ്ച് വെഹിക്കിളിൽ നിന്നുള്ള ഉപഗ്രഹ വിക്ഷേപണങ്ങൾ അവിടെ നടക്കും. വ്യവസായ അടിസ്ഥാനത്തിലുള്ള ഉപഗ്രഹ വിക്ഷേപണമാണ് അവിടെ നടക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ എന്തായാലും ഈ ഡേറ്റ് ഓർത്തു വെക്കണം, 2023 ജൂലൈ 14 എന്ന്. എങ്ങനെ ഓർത്തു വെക്കുക? ഡേറ്റ് ഓർത്തു വെക്കാനാണ്. അയ്യോ ഇതൊക്കെ ആകെ പ്രശ്നമാണ്. 2023 ചന്ദ്രയാൻ 3 എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ, 2ലും 3 ഉണ്ട്. ഇനി ജൂലൈ മാസമാണ്. ജൂലൈ മാസം എന്ന് പറഞ്ഞാൽ 7ാമത്തെ മാസമാണ്. ആ 7ാമത്തെ മാസം 14ാമത്തെ തീയതിയാണ്. ആ 7നെ റോക്കറ്റുമായിട്ടൊന്ന് ബന്ധപ്പെടുത്തു. ആ 7നെ നിങ്ങളൊന്ന് റോക്കറ്റുമായി ബന്ധപ്പെടുത്തു. നോക്കൂ, ഇതാ നമ്മുടെ റോക്കറ്റ്. കണ്ട, നമ്മുടെ റോക്കറ്റ് ഇങ്ങനെ പോവുകയാണ്. ഇതാണ് 7. കണ്ടോ 7 കണ്ടില്ലേ? ഇവിടെയും കൂടി ഒരു വര വരച്ച റോക്കറ്റായി. ഇനി 14നെ നമ്മൾ എങ്ങനെയാ ഓർത്തു വെക്കുക? 14നെ റോക്കറ്റുമായി നമ്മൾ എങ്ങനെ ഓർത്തു പോകും? ചന്ദ്രനിലേക്കല്ലേ പോകുന്നത്. ചന്ദ്രനിലേക്ക് പോകുമ്പോ നമുക്കറിയാം എങ്ങനെ കൗണ്ട് ഡൗൺ നടത്തുമല്ലേ? 4, 3, 2, 1. നിങ്ങൾ നോക്കൂ, 4ൽ നിന്ന് 1 വരെ എഴുതിയിട്ടാണ് നമ്മൾ കൗണ്ട് ഡൗൺ നടത്തിയത്. ഓർക്കൂ, ആളുകൾ ഇങ്ങനെ എഴുതുകയാണ് 4, 3, 2, 1. 10 എണ്ണുന്നില്ല എന്ന് വിചാരിക്കുക. 14 ഓർമ്മ ഒന്നുമില്ലേ? 7ന്റെ ഇരട്ടിയുമാണ്. അങ്ങനെയൊക്കെ ഓരോരുത്തർ ചോദിച്ചാൽ നിങ്ങൾ ഇനി എവിടെ മറക്കാനാ? മറക്കില്ലടോ. ഇത് നിങ്ങൾ ആലോചിച്ചുണ്ടാക്കണം. ആ 1നും 4നും ഒക്കെ മറ്റു രൂപങ്ങൾ, റോക്കറ്റിന്റെ രൂപങ്ങൾ കൊടുത്ത് നിങ്ങളൊന്ന് വേറെ വേറെ ചിഹ്നങ്ങളാക്കി മാറ്റി നോക്ക്. ഇങ്ങനെയല്ലാതെ തന്നെ നിങ്ങളുടെ മനസ്സൊന്നും പോവില്ല. 2023 ജൂലൈ 14, ജൂലൈ മാസം എന്ന് പറഞ്ഞാൽ 7ാം മാസം 14ാം തീയതിയാണ് ഈ ചന്ദ്രയാൻ വിക്ഷേപിച്ചത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഡേറ്റ് ആണ്. വിക്ഷേപണ വാഹനം LVM 3 ആണ്. എന്താ വിക്ഷേപണ വാഹനത്തിന്റെ പേര്? LVM 3. ക്രൈം സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട G20 സമ്മേളനത്തിന് വേദിയായത് ഗുരുഗ്രാം. ഗുരുതരമായ കുറ്റമാണ് ചെയ്തത്. എന്താ ചെയ്തത്? ഒരുപാട് ഗ്രാം സ്വർണം മോഷ്ടിച്ചു. അപ്പൊ ക്രൈമാണത്. അതിന്റെ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട സമ്മേളനം അവിടെ തന്നെ നടത്തിയത്. ഗുരുതരമായ കുറ്റം ചെയ്ത സ്ഥലത്ത് ഒരുപാട് ഗ്രാം സ്വർണം എന്ത് ചെയ്തു? കൊണ്ടുപോയി. അപ്പൊ ക്രൈം സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട G20 സമ്മേളനത്തിന് വേദിയായത് ഗുരുഗ്രാം. G20 ഇന്ത്യൻ ഷെർപ്പ അമിതാഭ് കാന്ത്. ഇനി നമുക്ക് ചില ചോദ്യങ്ങൾ നോക്കാം. അംബേദ്കറുടെ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നിങ്ങൾക്ക് റാം സുധറിനെ ഇപ്പോൾ ഓർമ്മ വന്നിട്ടുണ്ടാവും. സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമേനെ ഓർമ്മ വന്നിട്ടുണ്ടാവും. ആ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ശ്രമത്തിലാണ് ഹൈദരാബാദിൽ ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർക്കപ്പെട്ടതെന്ന് ഓർമ്മ വന്നിട്ടുണ്ടാവും. ഇപ്പൊ ഞങ്ങളുടെ മനസ്സിലേക്ക് ഹൈദരാബാദ് വന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെ ബന്ധപ്പെടുത്തി നിൽക്കണം. എന്നിട്ട് സ്പേസ് റിപ്പീറ്റേഷൻ ഓർമ്മയിൽ നിർത്താൻ ഏറ്റവും ബെസ്റ്റായ കാര്യം ആവർത്തിച്ച് പഠിക്കുക എന്നുള്ളതാണ്. ആവർത്തനം, അതായത് ആ സ്പേസ് റിപ്പീറ്റേഷന് ഒരു ഒരു ശാസ്ത്രീയമായി കുറെയൊക്കെ ശരിയാണെന്ന് പറയുന്ന രീതിയാണ് ഇന്ന് പഠിച്ചത്. ഇന്ന് തന്നെ ഓർക്കുക. എങ്ങനെയാണ് ഓർക്കേണ്ടത്? ഈ ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു നോട്ട് എടുക്കുക. ഇപ്പൊ ഒരു നോട്ട് എടുത്തിട്ടുണ്ടാവും ചിലപ്പോൾ നിങ്ങൾ. ഏറ്റവും ബെസ്റ്റ് ക്ലാസ് എടുക്കുമ്പോൾ തന്നെ നോട്ട് എടുക്കുന്നത്. ഇനി അത് കൂടാതെ ഇത് വീണ്ടും ഒന്ന് ക്ലാസ് കഴിഞ്ഞ ഉടനെ നിങ്ങളുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഒന്നുകൊണ്ട് എഴുതി വെച്ച് നോക്ക്. അപ്പൊ അതിൽ കുറെ എണ്ണം കിട്ടും, കുറെ എണ്ണം കിട്ടില്ല. കിട്ടാത്തത് എടുത്ത നോട്ടിൽ വെച്ചിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്ക്. ഒന്ന് ഉറപ്പായി 24 മണിക്കൂറിനുള്ളിൽ ഈ റീകോളിംഗ് ഒന്നും കൂടി നടത്ത്. ഒരു കടലാസ് എടുക്കുന്നു, ആ ഭാഗത്ത് ഞാൻ എന്തൊക്കെ വായിച്ച് എഴുതി നോക്കുന്നു, കിട്ടാത്തത് നോക്കുന്നു. ചിലത് തെറ്റിപ്പോയിട്ടുണ്ടാവാം, ചിലത് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവാം. ഒരിക്കലും നോട്ട് എടുത്ത് അതിൽ നോക്കരുത്. രണ്ടാമത് അന്ന് രാത്രി തന്നെ ഈ 24 മണിക്കൂർ കഴിഞ്ഞെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊന്നും കൂടി ഉറക്കും. പിന്നെ ഒരാഴ്ചക്കകം വീണ്ടും എടുത്തൊക്കെ കുറച്ച് മറന്നു പോയിട്ടുണ്ടാവും. പക്ഷെ ഇതേപോലെ റീകോൾ ചെയ്യുന്നു, റീകോൾ ചെയ്ത സാധനം വീണ്ടും എഴുതുന്നു,
ഒന്ന് കമ്പയർ ചെയ്യുന്നു, പിന്നെ ഒരു മാസം, പിന്നെ ഒരു 3 മാസം കൂടിയല്ലോ ഓടുള്ളൂ. പഠിച്ച് തുറപ്പിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. PSC അംബേദ്കർ പ്രതിമയുടെ ശില്പി ആരാണ്? റാം വി സുധറാണ്. ഇന്ത്യയുടെ G20 ഷെർപ്പ ആരാണ്? അമിതാഭ് കാന്ത് ആണ്. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് നമുക്കറിയാം 2023 മാസം ഏത്? ഉഡൻ റോക്കറ്റ് വന്നില്ലേ മനസ്സിൽ? വരാതിരിക്കില്ല. 7 ആ 7ന്റെ ഇരട്ടിയാണ് 14. അങ്ങനെ ഓർത്തു വെക്കാം. അല്ലെങ്കിൽ 4 നിന്ന് 1 വരെ എണ്ണി അങ്ങനെ ഓർത്തു വെക്കാം. 2023 ജൂലൈ 14. ക്രൈം സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട G20 സമ്മേളനം നടന്നത് എവിടെയാണ്? ഗുരുതരമായ കുറ്റമാണ്. ഒരുപാട് ഗ്രാം സ്വർണമാണ് തട്ടിയെടുത്തത്, ക്രൈമാണ്. അപ്പൊ ആ ക്രൈം സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട സമ്മേളനം ഗുരുഗ്രാമിൽ തന്നെ വെച്ചു. G20യുടെ ആപ്തവാക്യം വസുദൈവ കുടുംബകം എന്നാണ്. ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു മനുഷ്യൻ. അതുകൂടിയായിരുന്നു അതിന്റെ ടാഗ് ലൈൻ G20യുടെ. G20 ഇപ്രാവശ്യം ഡൽഹിയിൽ വെച്ചിട്ടാണ് നടന്നത്. G20യുടെ 18ാമത് സമ്മേളനമാണ് നടന്നത് കേട്ടോ. G20യുടെ 18ാമത്തെ സമ്മേളനമാണ്, ഉച്ചകോടിയാണ് നടന്നത്. സെപ്റ്റംബർ 9, 10 തീയതികളിലാണ് നടന്നത്. ഇന്ത്യയിൽ നടന്നുകൊണ്ട് തന്നെ ആ ഡേറ്റും കൂടി ഒന്ന് ഓർത്തു വെക്കുക. പക്ഷെ നമ്മുടെ ചന്ദ്രയാൻ 3ന്റെ അത്ര പ്രാധാന്യമില്ല എന്നിൽ ഓർത്തു വെക്കുക. G20ന്റെ അധ്യക്ഷ പദവി ഭാരതം വഹിച്ചത് ഇതുവരെയാണ് 2023 നവംബർ 30 വരെയാണ്. 2023 ഡിസംബർ 1 ബ്രസീൽ ആ പദവി ഏറ്റെടുത്തു. അപ്പൊ G20യുടെ ആപ്തവാക്യം എന്ന് പറഞ്ഞാൽ വസുദൈവ കുടുംബകമാണ്. 2023 G20ന്റെ 18ാമത് ഉച്ചകോടി നടന്നത് ന്യൂഡൽഹിയിലാണ്. 2023 G20ന്റെ അധ്യക്ഷ പദവി ഭാരതം വഹിച്ചത് നവംബർ 30 വരെയാണ്. 2023 ഡിസംബർ 1 G20ന്റെ അധ്യക്ഷ പദവി ഏറ്റെടുത്തത് ബ്രസീൽ ആണ്. ലോകത്തെ വ്യാവസായികമായി വികസിച്ചതും ഉയർന്നു വരുന്നതുമായ പ്രമുഖ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് G20. പക്ഷെ G20യിൽ 20 രാജ്യങ്ങളൊന്നും അല്ല, 19 രാജ്യങ്ങളും പിന്നെ യൂറോപ്യൻ യൂണിയനും ഇപ്പൊ ആഫ്രിക്കൻ യൂണിയനും ചേർന്നതാണ് ഈ ഗ്രൂപ്പ്. 19 രാജ്യങ്ങളുണ്ട്, പിന്നെ യൂറോപ്യൻ യൂണിയൻ ഉണ്ട്, ആഫ്രിക്കൻ യൂണിയനും ഉണ്ട് ഈ ഗ്രൂപ്പ്. ഇന്ത്യയിലെ ആദ്യ വ്യോമസേന പൈതൃക കേന്ദ്രം ചണ്ഡീഗഡിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വ്യോമസേന പൈതൃക കേന്ദ്രം എവിടെയാണ്? ചണ്ഡീഗഡിലാണ്. ഒപ്പം ഓർക്കുക, വ്യോമസേനയ്ക്ക് പുതിയ പതാക കിട്ടിയിട്ടുണ്ട്. ഇന്ത്യയുടെ ഏത് സായുധ സേനയ്ക്കാണ് പ്രാവശ്യം? ഇന്ത്യയിലെ ഏത് സേനയ്ക്കാണ്, സൈന്യത്തിനാണ് പുതിയ പതാക കിട്ടിയത്? വ്യോമസേനയ്ക്കാണ്. ആ വ്യോമസേനയ്ക്ക് കിട്ടിയ പതാക നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൽ ഗരുഡൻ ഉണ്ട് അല്ലേ? ഓർക്കണ്ട, ആകാശത്തിലൂടെ ഇങ്ങനെ പറന്നു പോകുന്ന ഗരുഡനെ ഞാൻ ഓർക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അതിലുള്ളത്? അശോക സ്തംഭം. ആ അശോക സ്തംഭം അതും കൂടി അതിൽ മുദ്രണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോ ഗരുഡൻ ഈ അശോക സ്തംഭവുമായിട്ട് ആകാശത്ത് കൂടെ പറന്നു പോവുകയാണ് എന്ന് ഞാൻ നിങ്ങളോട് സങ്കല്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് വ്യോമസേനയ്ക്ക് അവിടെ ഇപ്പൊ ചണ്ഡീഗഡാണ്. അപ്പൊ പൈതൃക കേന്ദ്രമാണ്. ആ പൈതൃക കേന്ദ്രത്തിൽ എന്താ ഉണ്ടാവുക? പഴയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ചണ്ടിയും ചവറും വെച്ച് നമ്മൾ വലിച്ചെറിയണ സാധനമാണ്. പക്ഷെ നമ്മുടെ പൈതൃകമാണെന്ന് വിചാരിക്കണം. ഞാൻ പറയണത്, പലപ്പോഴും നമ്മൾ നമ്മുടെ പൈതൃകത്തെ നമ്മൾ ചണ്ടി പോലെ വലിച്ചെറിയും. അത് പാടില്ല. ഒരാൾ അവരുടെ നല്ല സംസ്കാരത്തെ മറക്കുമ്പോൾ അവരുടെ വേരാണ് അവർക്ക് അവിടെ നഷ്ടപ്പെടുന്നത്. നമ്മുടെ ഭാഷ നമ്മൾ മറക്കാൻ പാടില്ല അല്ലേ? ഇപ്പൊ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ നിന്ന് കുറച്ചു കാലം തൃശ്ശൂരിൽ പോയി കഴിഞ്ഞാൽ പിന്നെ തൃശ്ശൂരത്തെ ഭാഷയാവും. തൃശ്ശൂരിൽ നിന്ന് മലപ്പുറത്ത് വന്നാൽ മലപ്പുറത്ത് നിൽക്കുന്നിടത്തോളം മലപ്പുറം ഭാഷ സംസാരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, അഡാപ്റ്റബിലിറ്റി വേണം. പക്ഷെ നിങ്ങളുടെ ഭാഷ നിങ്ങൾ എന്തിനു മറക്കണം? ബോധപൂർവം. നമ്മുടെ തെളിവ് ഇപ്പൊ ഞങ്ങളുടെ നാട്ടില് മുസ്ലിം കമ്മ്യൂണിറ്റി ധാരാളം ഉള്ളതാണ്. ഒരു പ്രത്യേക രസമുള്ള വർത്തമാനാണ്. അവരാരും അവരുടെ ഭാഷ മാറ്റാറില്ല, ഞങ്ങൾ ഞങ്ങളുടെ ഭാഷ മാറ്റാറില്ല. ആ വൈവിധ്യത്തിലല്ലേ, ആ നാനാത്വത്തിലെ ഏകത്വമാണ്. വൈവിധ്യമുണ്ട് അതിൽ, എന്നാൽ നമ്മൾ ഒരൊറ്റ രാജ്യക്കാരാണെന്നുള്ള തോന്നലുമുണ്ട്. അപ്പൊ ഇതൊന്നും ചണ്ടിയായിട്ട് വലിച്ചെറിയേണ്ട കാര്യമല്ല. വ്യോമസേനക്കാര് നല്ല ഗഡീസാണ്. അവര് നമ്മുടെ തൃശ്ശൂർ പോയി പറയണ വെച്ചാൽ അവർ ആ ചണ്ടിയൊന്നും വലിച്ചെറിഞ്ഞിട്ടില്ല. ചണ്ടി എന്ന് പറഞ്ഞാൽ വൃത്തികെട്ട സാധനം എന്നുള്ളതല്ല, നമ്മുടെ സംസ്കാരത്തെ ചണ്ടിയായിട്ട് കാണരുത്. ചണ്ഡീഗഡ് പൈതൃക കേന്ദ്രം വ്യോമസേനയുടെ. ISROയുടെ പുതിയ ബഹിരാകാശ തുറമുഖം ഞാൻ പറഞ്ഞു, കുലശേഖരപട്ടണം, തൂത്തുക്കുടി, തമിഴ്നാട്ടിലാണ് വരുന്നത്. ഇന്ത്യയിൽ നിലവിൽ 3 പ്രധാന റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രങ്ങളുണ്ട്. വിക്രം സാരാഭായ് സെന്റർ തിരുവനന്തപുരം കേരളത്തിലാണ്, സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ട, ആന്ധ്രാപ്രദേശിലെ ഡോക്ടർ അബ്ദുൽ കലാം ദ്വീപ്. അത് ശ്രീഹരിക്കോട്ട ആന്ധ്രാപ്രദേശിൽ, ഡോക്ടർ അബ്ദുൽ കലാം ദ്വീപ് ഒഡീഷയിൽ. അതിൽ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ തിരുവനന്തപുരം എന്ന് പറയുന്നത് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവായിരുന്ന
ഡോക്ടർ വിക്രം സാരാഭായിയുടെ പേരിലാണ് ഈ ബഹിരാകാശ കേന്ദ്രം അറിയപ്പെടുന്നത്. 1963 ആരംഭിച്ചപ്പോൾ ഇത് തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ എന്നായിരുന്നു. ശരിക്കും ഈ ഭൂമധ്യരേഖയ്ക്ക് അടുത്താണ് ഈ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനൊക്കെ ഉണ്ടാവുക. അതിന് ശാസ്ത്രീയമായി അതിനൊരു ഗുണം ഉണ്ട് അതിൽ. ഇന്ത്യയിലെ ISRO സൗകര്യങ്ങളിൽ ഏറ്റവും വലുതാണ് ഈ സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്ന് പറയുന്നത്. ഉപഗ്രഹ വിക്ഷേപണ വാഹനങ്ങളുടെയും അനുബന്ധ സാങ്കേതിക വിദ്യകളുടെയും രൂപകൽപ്പനയും വികസനവുമാണ് ഇവിടെ നടക്കുന്നത്. മറ്റൊന്നാണ് സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രം. അത് ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലാണ്. ആ ശ്രീഹരിക്കോട്ട റോഞ്ച് ഒരു റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ്. 1969 ഇത് സ്ഥാപിതമായത്. ഭൂമധ്യരേഖയോട് അടുത്ത് കിടക്കുന്നതിനാലും ജനവാസമില്ലാത്ത വലിയൊരു സ്ഥലമായാലും ഇത് അനുയോജ്യമായ സ്ഥലമാണ്. ഇന്ത്യൻ ഉപഗ്രഹ വിക്ഷേപണങ്ങളിൽ ഭൂരിഭാഗവും ഇപ്പോൾ ഇവിടെ നിന്നാണ് നടത്തുന്നത്. അപ്പോൾ ഒരു ഉപഗ്രഹം എവിടെ നിന്ന് വിക്ഷേപിച്ചു എന്ന് പറഞ്ഞാൽ അറിയില്ലെങ്കിൽ പോലും 90% അത് സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്നായിരിക്കും. അറിയിച്ചാവുന്ന നോക്കുക, നമ്മൾ കലക്കി കുത്തുമ്പോഴേ ഒരു ഇന്റലിജന്റ് ഗസ് എന്ന് പറയും. സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നായിരിക്കും. ഇന്ത്യയിലെ സൈനിക റോക്കറ്റ് ടെസ്റ്റിംഗ് സെറ്റുകൾ പക്ഷേ നടക്കുന്നത് അബ്ദുൽ കലാം ദ്വീപിലാണ്, മുമ്പ് വീലർ ദ്വീപ്. അത് ഇന്ത്യയുടെ ഒഡീഷയുടെ തീരപ്രദേശത്താണ്. ഡോക്ടർ അബ്ദുൽ കലാമിന്റെ പേരിലാണ് അത് അറിയപ്പെടുന്നത്. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ DRDO ആണ്. കാരണം സൈന്യത്തിന്റെ ടെസ്റ്റിംഗ് സെന്റർ ആണിത്. ഇന്ത്യയിലെ മിക്ക സൈനിക മിസൈൽ പരീക്ഷണങ്ങൾക്കും ഇത് ആതിഥേയമാണ് കേട്ടോ. സൈനിക മിസൈൽ പരീക്ഷണങ്ങളൊക്കെ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് അബ്ദുൽ കലാം എവിടെയാണ്? അവിടെയാണ്, ഒഡീഷയിലുള്ള അബ്ദുൽ കലാം ദ്വീപിലാണ് എന്നോർക്കുക സൈനിക റോക്കറ്റ് ടെസ്റ്റുകൾ നടക്കുന്നത്. ഓക്കെ, അതിന്റെ നടത്തിപ്പ് DRDOക്കാണ്. ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരമായി വെള്ളം മാത്രം പുറന്തള്ളുന്ന രാജ്യത്തെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ബസ് സർവീസ് ആരംഭിച്ചത് എവിടെയാണ്? ഡൽഹിയിലാണ്. ഫോസിൽ ഇന്ധനങ്ങൾ നിങ്ങൾക്കറിയാം. പെട്രോള് നമ്മൾ ഖനനം ചെയ്തെടുക്കുന്നത് ഫോസിൽ ഇന്ധനങ്ങളാണ്. പെട്രോള്, കൽക്കരി, ഇതൊക്കെ ഫോസിൽ ഇന്ധനങ്ങളാണ്. ഇത് വാഹനത്തിൽ ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം വലിയ വ്യവസായ മാലിന്യം വരുന്നുണ്ട്. അന്തരീക്ഷ മലിനീകരണം നന്നായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ ഡൽഹിയിൽ നിങ്ങൾക്കറിയാലോ കണ്ണ് കാണാതെയൊക്കെ ആയി പോയിരുന്നു. അപ്പൊ അവിടെ ഫോസിൽ ഇന്ധനങ്ങൾ ഒഴിവാക്കിയ ഒരു പരീക്ഷണം നടത്തേണ്ടതും അവിടെ തന്നെയാണ്. അങ്ങനെ ആലോചിച്ചാൽ മതി. ഇപ്പൊ ഡൽഹിയിലാണ് നടന്നത്. ഇത് വെള്ളമാണ് പുറന്തള്ളുക, പുകയല്ല പുറന്തള്ളുക, പരിസ്ഥിതി സൗഹൃദമാണ്. അപ്പൊ ഹൈഡ്രജൻ ബസ് സർവീസ് എവിടെയായിരുന്നു? ഡൽഹിയിലായിരുന്നു. നമ്മുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്നു TN ശേഷൻ. അദ്ദേഹത്തിന്റെ കഥയാണ് ത്രൂ ദ ബ്രോക്കൺ ഗ്ലാസ്. ശേഷമല്ലേ? TN ശേഷൻ എന്ന് പറഞ്ഞാൽ ശേഷം. ശേഷം എന്ന് പറഞ്ഞാൽ എന്താ? അവശേഷം അല്ലെങ്കിൽ അവശിഷ്ടം. ബ്രോക്കൺ ഗ്ലാസിന് എന്താ ഉണ്ടാവുക? അവശിഷ്ടം. അപ്പൊ ശേഷൻ ത്രൂ ദി ബ്രോക്കൺ ഗ്ലാസ്. അപ്പൊ ISROയുടെ പുതിയ ബഹിരാകാശ തുറമുഖം എവിടെയാണ് മക്കളെ? കുലശേഖരപട്ടണത്തിൽ. ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരമായി വെള്ളം മാത്രം പുറന്തള്ളുന്ന രാജ്യത്തെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ബസ് സർവീസ് എവിടെയാണ്? ഡൽഹി. നിങ്ങൾ ഇതിനൊരു ടാഗായിട്ട് ഇങ്ങനെ വെറുതെ പറഞ്ഞു പോവാതെ ഒരു എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുക. ഡൽഹിയിൽ ആകെ പുകമൂടലായിരുന്നു. ഇത് പുകയൊന്നും പുറന്തള്ളാത്ത ബസ്സാണ് ഈ ഹൈഡ്രജൻ ബസ് എന്ന് പറയുന്നത്. വെള്ളം മാത്രമാണ് പുറന്തള്ളുക. അപ്പൊ ഡൽഹി തന്നെ ഇടാൻ തീരുമാനിച്ചു. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്ന TN ശേഷന്റെ ആത്മകഥ ത്രൂ ദ ബ്രോക്കൺ ഗ്ലാസ് പുറത്തിറങ്ങിയത് എപ്പോഴാണ്? 2023 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും ചന്ദ്രയാൻ വിക്ഷേപിച്ചത് എന്നാണ്? മറന്നുപോകേണ്ട, 2023 ജൂലൈ 14 വിക്ഷേപണ വാഹനം LVM-3. യൂറോപ്പിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ എൽബ്രസ് പർവ്വതം ഒരു മലയാളി കീഴടക്കി. അർജുൻ പാണ്ഡ്യനാണ്. ഇദ്ദേഹം തന്നെയാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ കിളിമഞ്ചാരോയെയും അർജുൻ കീഴടക്കിയിരുന്നു. അപ്പൊ ആഫ്രിക്കയിലെയും യൂറോപ്പിലെയും ഏറ്റവും ഉയർന്ന പർവ്വതങ്ങൾ കീഴടക്കിയത് ഒരു മലയാളിയായ IAS ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന്റെ പേരെന്താണ്? അർജുൻ പാണ്ഡ്യൻ. തമിഴ്നാട്ടിലൊരു ആദ്യ വനിത അർജുനല്ലേ, വില്ലാളി വീരനല്ലേ, കാട്ടിലല്ലേ, മലകളൊക്കെ കാടിലാവില്ലേ? അങ്ങനെ ആലോചിച്ചാൽ മതി. തമിഴ്നാട്ടിലെ ആദ്യത്തെ വനിതാ പാപ്പാൻ, അതും കൂടി ഓർത്തു വെച്ചോളൂ. ബെല്ലിയാണ്. എങ്ങനെ ബെല്ലി എന്ന് ഓർത്തു വെക്കുക? ബെല്ലി എന്ന് പറഞ്ഞപ്പോൾ വളരെ വലിയ ബെല്ലിയാണെന്ന് പറഞ്ഞാൽ വയറാണെന്ന് പറയില്ലേ അവള്? അങ്ങനെ ഒരു പ്രയോഗം ഉണ്ടല്ലോ. വളരെ വലിയ ബെല്ലിയാണെങ്കിൽ വയറാണെന്ന് പറയും. ആനയ്ക്ക് നല്ല വയറല്ലേ, ആ വയറ് മേയ്ക്കാൻ നല്ല വയറുള്ളൊരു വനിതാ പാപ്പാനും കിട്ടി എന്ന് വിചാരിച്ചാൽ മതി. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എപ്പോഴാണ്? 2023 ജൂലൈ 14. എവിടെ നിന്നാണ്?
സതീഷ് ധവാൻ സ്പേസ് സെന്റർ. ഞാൻ പറഞ്ഞിട്ടുണ്ട് അധിക ഉപഗ്രഹ വിക്ഷേപണങ്ങളും ശ്രീഹരിക്കോട്ടയിലെ ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നായിരിക്കും. ചന്ദ്രയാൻ വിക്ഷേപിച്ച വാഹനം GSLV അല്ല, അഗ്നി അല്ല, PSLV അല്ല. അഗ്നി എന്നും ലോഞ്ചിങ് വെഹിക്കിൾ അല്ല. ഇതിലൊക്കെ നോക്കൂ, GSLV എന്ന് പറഞ്ഞാൽ ലോഞ്ചിങ് വെഹിക്കിളാ, PSLV എന്ന് പറഞ്ഞാൽ ലോഞ്ചിങ് വെഹിക്കിളാ. സാധാരണ ജിയോ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിളും പോളാർ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിളുമാണ്. പക്ഷേ ഈ ലോഞ്ചിങ് വെഹിക്കിളിന്റെ ആദ്യം തന്നെ LV വരുന്നുണ്ട്, LVM-3. ചന്ദ്രയാൻ 3 തന്നെയാണ്, LVM-3 തന്നെയാണ്. ഒരു വ്യത്യാസം ഉണ്ട് എന്നുള്ളത് ഓർത്ത് വെച്ചാൽ LVM കിട്ടും. യൂറോപ്പിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ എൽബ്രസ് പർവ്വതം കീഴടക്കിയത് അർജുൻ പാണ്ഡ്യൻ. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ കിളിമഞ്ചാരോ കീഴടക്കിയതും ആരെന്നെയാണ്? അർജുൻ പാണ്ഡ്യനാണ്. തമിഴ്നാട്ടിലെ ആദ്യ വനിതാ പാപ്പാൻ ആരാ? അത് ബെല്ലിയാണ്. ഓക്കെ, താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഇന്നുള്ളൊരു എക്സാം നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നിങ്ങൾക്ക് കിട്ടും ടെലിഗ്രാമിൽ. ഏകദേശം കുറേ ചോദ്യങ്ങൾ, ഒരു 100-500 ചോദ്യങ്ങളിൽ നിന്ന് 20 നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പോവാം. അത് കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ടെലിഗ്രാം ചാനലിലെ ലിങ്ക് താഴെ നൽകുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ PDF 1-2 ദിവസങ്ങൾക്കുള്ളിൽ ഈ 10 PDF-ഉം ഒറ്റ സംഭവവുമായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, താങ്ക് യു. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണുന്നു. അതുവരെ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു.